ഒഡീഷയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസമല്ല സംസ്ഥാനത്തുടനീളം ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ചോദിച്ചത്. സ്വാതി, വിനിഷ, ഒഡീഷയിൽ വിദ്യാർത്ഥി തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, കോളേജ് അധികൃതർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ആ പ്രതിഷേധത്തിൽ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നും സംസ്ഥാനത്ത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും. അതിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബന്ദിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വാഹനങ്ങളൊക്കെ അനുവദിക്കാതെ, അതല്ലെങ്കിൽ കടകളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ബന്ദ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഭുവനേശ്വർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, സീലാലംപൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ബന്ദ് പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, വിദ്യാർത്ഥി നിരവധി തവണയായി ഈ വകുപ്പ് മേധാവി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതി നൽകിയിരുന്നു. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്കടക്കം ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും ആ പരാതികളൊന്നും തന്നെയും പരിഗണിച്ചില്ല എന്നുള്ളതും, അതിൽ മനം നൊന്താണ് വിദ്യാർത്ഥിനി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെയും ഇതിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ ലൈംഗിക ആരോപണം നിലനിൽക്കുന്ന ആളെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. നിരവധി തവണ ഈ വിഷയം സംബന്ധിച്ച് വിദ്യാർത്ഥിനിയെ സ്വകാര്യമായി തന്നെ ഈ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് വിശദാംശങ്ങൾ തേടിയെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ വിശദീകരണം ചോദിക്കുകയും അത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് മനം തൊന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിയുടെ മരണം സംബന്ധിച്ച കൃത്യമായ ഉത്തരവാദിത്തം ഈ കോളേജിലെ അധികൃതർക്കുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, ചിലരെ സംരക്ഷിക്കുവാൻ തന്നെ പോലീസ് ചില നടപടികൾ സ്വീകരിച്ചു. അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടപ്പാക്കിയത്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനം പോകുന്നു. പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥികളും ഒക്കെയും അണിനിരുന്നുകൊണ്ട് കോളേജിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് എന്തായാലും അതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപക ബന്ദിലേക്ക് ഒഡീഷ പോകുന്നത്. വിനിഷ. താങ്ക് യു സ്വാതി, സന്തോഷമാണ് നിരവധി വാർത്തകളുടെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.